ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇതാക്കണം, ഞാൻ പൂളുണ്ടല്ലോ കപ്പ പിഴിഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ വെച്ചതാട്ടോ. അപ്പം അത് ഞാൻ ഇങ്ങനെ ഈ ഒരു സൈസിൽ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പം അത് നമുക്കൊന്ന് ഇതിൽ ഒരു മസാല കൂട്ടണം. അപ്പം മസാല കൂട്ടി എനിക്ക് കാണിച്ചത് ഞാൻ ഓയിൽ ഒഴിച്ചു, പിന്നെ സാധാ ഒരു റെഡ് ചില്ലി കുറച്ച്, പിന്നെ കടുക്, പിന്നെ നമ്മളെ കറി ലീഫ് കേട്ടോ. ഇനി അത് തീക്കട് തട്ടുക. നല്ലോണം ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് കപ്പയ്ക്ക് പൂളയോ ബീഫോ ഇനി ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റിൽ വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തത് ഞാൻ. നമ്മളെ മെയിൻ ഡിഷ് ഉണ്ടാക്കുന്നത് അതല്ല, നമ്മളിതാക്കണേ നമ്മളെ ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു ഡിഷും, പിന്നെ ബീട്രൂട്ടുമ്പോൾ തന്നെ മുട്ട കഴിക്കാതെ ഉണ്ടാവും. വെറുതെ മുട്ട ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിക്കൂല. അപ്പം നമുക്ക് ബീട്രൂട്ടും മുട്ടയും പാടെ ചേർത്ത് കണ്ടുണ്ടല്ലോ. അപ്പോൾ ഒരു റെസിപ്പി രണ്ടിൻ്റെയും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാട്ടോ. ടേസ്റ്റാട്ടോ. സാധാ പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ കീറിടണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിക്കോത്. ഇതിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് ബീഫോ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് 4 മണിക്കൊക്കെ ചായക്കടിയൊക്കെ ആക്കിക്കാണ്ടൊക്കെ ഇങ്ങനെ കഴിക്കാനേ നല്ല രസമാണ്. അപ്പോൾ ഇതാക്കണേ, നമുക്ക് എന്നാലേ എഗ്ഗ് കഴിപ്പിക്കാനത് ഇതാക്കുക കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ എടുത്തിക്കുന്നതാക്കുക നമ്മളെ ബീട്രൂട്ട് ഇങ്ങനെ ഇതാക്കുന്നത് അതേമാതിരി ഈ ഒരു സൈസിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ പച്ചമുളക്, പിന്നെ ഇതാക്കണ് കൊച്ചുള്ളി, ഒരു 2 പോണ കൊച്ചുള്ളി കേട്ടോ. അതേമാതിരി വെളുത്തുള്ളി. ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് കാണിക്കാറിയാം, ഫസ്റ്റ് ഓയിൽ ഒഴിക്കുക. നമ്മൾ നോർമൽ ചെയ്യണ പോലെ തന്നെ, നമ്മൾ തോരനൊക്കെ വെക്കൂലേ, മെഴുക്ക് വരട്ടി തോരനൊക്കെ വെക്കണ പോലെ തന്നെ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കറി ലീഫ് ഇടാം. ഇനി നമ്മൾ ഇതാക്കുന്നതൊക്കെ റെഡിയാക്കി വെച്ചില്ലേ, ഇതെല്ലാം ഫുള്ള് ദേ ബീറ്റിട്ടുണ്ട്. കത്തിയൊക്കെ തട്ടുക. ഇനി നല്ല ഉണങ്ങിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇച്ചിരി ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. ഞാൻ അതിൽ കല്ലുപ്പാണ് ആഡ് ചെയ്യണത്. ഞാനത് പൊടിച്ച് വെച്ചിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി ഉപ്പേരിയാക്കിയാൽ നമുക്കിത് കഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് എന്താ അറിയാം, തേങ്ങ ആഡ് ചെയ്യാം. ഇനി നല്ലോണം ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് തേങ്ങയും കൂടി ഇതിൽ കൂടെ മിക്സ് ആക്കുക കേട്ടോ. ഒരു ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. ഇടുന്നവർക്ക് ഇടുക, അല്ലാത്തവർക്ക് വേണ്ട. മഞ്ഞപ്പൊടി ഇടുക. ടൈം കൂട്ടി വെക്കുക, എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇനി നമ്മൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് വെന്തു കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ ചെറുപയറുണ്ടല്ലോ, അതൊന്ന് ചെറുതായി അങ്ങനെ ബോയിലാക്കി വെച്ചത് കേട്ടോ. നല്ലോണം ഫുള്ള് വേവിക്കണ്ട, കുറച്ചൊരു ഇങ്ങനത്തെ ഒരു ഇതാണ്ടോ, നല്ല ചതഞ്ഞു പോകരുത്. ചതഞ്ഞു പോകാത്ത രീതിയിൽ കുഴ ആകണ്ട. എന്നിട്ട് ഇനി ഇതിലേക്ക് തന്നെ ഇടുക കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്യരുത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ തന്നെ നമുക്ക് കഴിക്കാം. ബീട്രൂട്ട് തോരൻ.
അപ്പോൾ നമ്മൾ ബീട്രൂട്ട് തോരൻ ഉണ്ടല്ലോ, ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണെന്ന് കഴിക്കുക, നമ്മൾ ഡയറ്റൊക്കെ എടുക്കണവർ, അല്ലാതെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാന്നറിയോ, ചോറൊരു ഇത്തിരി എടുക്കുക, നല്ല എന്താ ഈ തോരൻ ഇതാക്കുന്നത്, ഇത് കൂടുതൽ എടുക്കുക. ഇത് ഞാൻ കാണിക്കാം, അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ചോറൊരു ഇത്തിരിയും ഇതിൻ്റെ ഉപ്പേരി കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് കഴിക്കുക. അപ്പം ഞാൻ ഇതൊന്ന് വാങ്ങി വെക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് ഫ്രൈ ഉണ്ടാക്കാം. എഗ്ഗ് അതിൽ ഒന്നായിട്ട് മിക്സ് ആക്കാതെ നമുക്ക് കുട്ടികൾക്കും നമുക്കാണെങ്കിൽ ഒരു സൈഡായിട്ട് വെക്കാമല്ലോ. ആ സൈഡാക്കി വെക്കണേൽ നമ്മൾ ഇതിന് ഇതേപോലെ ഉപ്പേരി ഇതേപോലെ മെഴുക്ക് പുരട്ടി ഇതിലേക്ക് ആവശ്യത്തിനാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുക. ഇനി നല്ലോണം ഇളക്കുക. ഇപ്പം എല്ലാം ഇതിലായി. എഗ്ഗ് കഴിക്കാത്തവർക്ക് എഗ്ഗ് കഴിക്കുമ്പോൾ ഇതൊരു സ്മെല്ലാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ കഴിക്കാതെ ഇരിക്കണ മക്കളുണ്ട്. എൻ്റെ മോളെന്നെ കഴിക്കൂല. അപ്പം അതിങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. ചെറുപ്പത്തിൽ എനിക്കൊക്കെ പറഞ്ഞാൽ എഗ്ഗൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞങ്ങൾ എത്ര ഫ്രൈ ചെയ്ത് കിട്ടിയാലും എഗ്ഗൊക്കെ നല്ലോണം കഴിക്കും. പക്ഷെ എൻ്റെ മൂക്കൊന്നും എഗ്ഗ് അത്ര വലിയ ഇഷ്ടമല്ല. നമ്മളതൊന്ന് ബോയിൽ ചെയ്ത് കൊടുത്താൽ അത് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി കൊടുക്കുക കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു സ്മെല്ലാണ് കറി. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ അതേമാതിരി ചീരയില ഇതൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ചെയ്ത് കാണ്ടൊരു ഫുഡിൻ്റെ കൂടെ ഒരു സൈഡാക്കി ഇട്ട് കൊടുക്കും. അപ്പം ആ എഗ്ഗിൻ്റെ ഇതും കൂടി പ്രോട്ടീനും കൂടി വന്നോട്ടെ. പ്രോട്ടീൻ വേണമല്ലേ നമുക്ക്. ഞാനിപ്പോൾ ഇത് അതിൽ ഒഴിച്ചതെന്ന് പറയാം നെയ്യ് അതിന് ഇതിൻ്റെ ഞാൻ ചട്ടിയിൽ ആഡ് ചെയ്ത് കേട്ടോ. നെയ്യല്ല, സാധാ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാൻ പെട്ടെന്നായപ്പോൾ ഈ നെയ്യാക്കിയത് കേട്ടോ. പെട്ടെന്നായപ്പോൾ നല്ല ഒരു ടേസ്റ്റും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കല് സ്കൂൾക്കും അല്ലെങ്കിലൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ചുറ്റിച്ചുകാണ്ട് വലിയ ആക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റിച്ചുകാണ്ട് സൈസിലാക്കാം കേട്ടോ. അല്ല ഇതേ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞി വട്ടാക്കിങ്ങാണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം അതാക്കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാത്ത കഴിച്ചു പോകും. അതായത് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ ഇതെന്താ കളർ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കഴിക്കാനും ഇരിക്കാനും നോക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ഫ്രൈയും ബീട്രൂട്ട് ഫ്രൈയും കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ കാണുക, നമ്മൾ ഇതേപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികൾ കാണുക. റെസിപ്പി കാണാനും ഇരിക്കാനും നമ്മളെ ചാനൽ കാണുക കേട്ടോ. എല്ലാവരും നമ്മളെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബായ്.